അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ നിന്ന് ഒരു തിരിച്ചടി കിട്ടിയതായി ശുഭകരമായ വാർത്ത വരുന്നു. ട്രംപിന്റെ 100% ഇറക്കുമതി തീരുവ ഭീഷണിക്കാണ് ഈ തിരിച്ചടി വന്നിരിക്കുന്നത് ചൈനയിൽ നിന്ന്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് പിന്നെയും കുറ്റപ്പെടുത്തിയെന്നും വാർത്തയുണ്ട്. ബിപി ജെയിംസ് വീണ്ടും ചേരുന്നു. ബിപി, വിശ്രമം കഴിഞ്ഞോ? കാര്യങ്ങൾ ഈ ട്രംപ് വിചാരിക്കുന്ന വഴിയിലൂടെ കാര്യങ്ങൾ ഇപ്പൊ പോകുന്നില്ല. ട്രംപ് വിചാരിച്ചത് ലോകത്തെ മുഴുവൻ വിരട്ടി കാര്യങ്ങൾ നേടാമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അമേരിക്കയെ ലോക രാജ്യങ്ങളൊക്കെ ബഹുമാനിച്ചിരുന്നത് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമേരിക്ക, പഴയ അമേരിക്കയെ കുറിച്ചാണ് പറയുന്നത്, ഇടപെടുകയും അത്യാവശ്യം സഹായം എത്തിക്കുകയും ചെയ്യും. ലോകാരോഗ്യ സംഘടനയ്ക്ക്, പ്രധാനപ്പെട്ട ലോക സംഘടനകൾക്ക് മുഴുവൻ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകുന്ന രാജ്യമായിട്ടാണ് അമേരിക്ക അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് പൈസ കൊടുക്കുന്നില്ല. ലോകത്ത് ജനങ്ങളെ സഹായിക്കുന്ന ഒരു സംഘടനകൾക്കും അമേരിക്ക പൈസ കൊടുക്കാതെ അമേരിക്ക പിൻവാങ്ങിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ട രാജ്യങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള തീരുവ അടിച്ചു കയറ്റുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്ന തരത്തിൽ ആരോപണം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിന് പിറകെ ചൈനയോട് ഭീഷണി മുഴക്കിയത് 100% നിങ്ങൾക്ക് തീരുവ ചുമത്താൻ പോകുന്നു, റഷ്യൻ എണ്ണ വാങ്ങാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി തിരിച്ചടിക്കുന്നത് 100% ചുമത്തിയ അതുപോലെ തിരിച്ച് ഞങ്ങൾ അടിക്കും, ഞങ്ങൾക്ക് നിങ്ങളെ പേടിയില്ല എന്നുള്ള തരത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ ചൈന തിരിച്ചടിച്ചിരിക്കുന്നു. ചൈനയ്ക്ക് ഇപ്പോൾ കിട്ടിയ ധൈര്യം എന്ന് പറയുന്നത്, ചൈന നടത്തിയ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗത്തിൽ ഇന്ത്യയും റഷ്യയും 20 ലോകരാഷ്ട്രങ്ങൾ, പ്രമുഖ ലോകരാഷ്ട്രങ്ങൾ പങ്കെടുത്തു. അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യ വരെ അടുത്ത് എത്തിയെന്നൊരു ധൈര്യത്തിലായിരിക്കണം ഒരുപക്ഷെ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. ഇന്ത്യയെ ഇത് ചെയ്ത പോലെ ഇനി ഞങ്ങളെ ഇത് ചെയ്യാൻ വരണ്ട, പലതവണ ചുമത്തിയതാണ്, ട്രംപിനെ പേടിയില്ല എന്ന് ചൈന പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത തരത്തിൽ ഇത് ചെയ്യാണ്. ട്രംപിനാണെങ്കിൽ ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തൻ വെടിയേറ്റ് മരിച്ചതിൻ്റെ വലിയ ആഘാതത്തിൽ നിൽക്കുകയാണ് അമേരിക്കയിൽ. അതേ ചൊല്ലി അമേരിക്കയിൽ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളും ബഹളങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഉക്രൈൻ യുദ്ധം നിർത്തുമെന്ന് പ്രഖ്യാപിച്ച് അലാസ്കയിൽ നടന്ന പുട്ടിനുമായിട്ടുള്ള യോഗം ഏതാണ്ട് അലസി പിരിഞ്ഞെന്ന് മാത്രമല്ല, ഒരു മാസം കഴിഞ്ഞിട്ട് പുട്ടിൻ അനങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഉക്രൈൻ യുദ്ധത്തിൽ ഇതിനിടയെ പോളണ്ടിലേക്ക് റഷ്യ ഡ്രോണുകൾ അയച്ചു. ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ റൊമേനിയ എന്ന രാജ്യത്തേക്ക് കൂടി റഷ്യയുടെ ഡ്രോണുകൾ ചെന്നിരിക്കുന്നു. അതിനെതിരെ റൊമേനിയയെ കുറ്റപ്പെടുത്തി നാറ്റോ രാജ്യങ്ങൾ എതിർത്ത് വരുന്നു. കാരണം നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങൾക്ക് മേലാണ് ഇപ്പോൾ റഷ്യയുടെ ഡ്രോണുകൾ എത്തുന്നത്. ഇത് ബോധപൂർവം ചെയ്യുന്നതാണെന്ന് പോളണ്ട് കുറ്റപ്പെടുത്തി. ട്രംപ് പറയുന്നത് അബദ്ധത്തിൽ പറ്റിയതാവാമെന്ന് പോളണ്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. പക്ഷെ റൊമേനിയയിൽ കൂടി ഇതെത്തിയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ വല്ലാത്ത ഇതിലാണ്. അപ്പോൾ ഉക്രൈനെ പണിഷ് ചെയ്യണം, കുറ്റപ്പെടുത്തണം എന്നുള്ള തരത്തിൽ. പക്ഷേ ട്രംപ് ഇപ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഒരു പരിധി വിട്ട് കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ താൻ ശക്തമായി രംഗത്ത് വരാം, ഉക്രൈൻ യുദ്ധം നിർത്താമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് അമേരിക്കയിലും പുറത്തും. ട്രംപ് പറയുന്ന ഭീഷണികൾക്കൊന്നും വഴങ്ങാൻ ജനം തയ്യാറാവുന്നില്ല. ട്രംപ് പറഞ്ഞുകൊണ്ട് ആകെ ഉണ്ടായൊരു ദോഷം എന്ന് പറയുന്നത്, ലോകരാജ്യങ്ങളിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ, കാനഡയിലൊക്കെ ഈ പാവപ്പെട്ട ഇന്ത്യക്കാർക്കും വിദേശികൾക്കുമെതിരെ വലിയ കുടിയേറ്റ വിരുദ്ധ റാലികൾ ഉണ്ടാവുന്നു. അത് ട്രംപ് വിതച്ച ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. പലരെയും പിടിച്ച് ചങ്ങലക്കിട്ട് ഇന്ത്യക്കാരടക്കം വിമാനത്തിൽ കയറ്റി തിരിച്ചുവിട്ടത് അവിടെയുള്ള വെള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈറ്റ് നടത്താനുള്ള ഊർജ്ജമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ കൊല്ലപ്പെട്ട ചാർലി കിർക്ക് പോലും ഒരു തരത്തിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനെതിരെ ഉള്ള അതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ വിദേശികൾക്കെതിരെയുള്ള നീക്കം കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.